കാസർഗോഡ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ നിയമിക്കുന്നതായി കാണിച്ച് തിരുവനന്തപുരത്തെ ഏജൻസിയുടെ അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വിദ്യാഭ്യാസ യോഗ്യത പ്രത്യേകിച്ച് പറയാത്ത തസ്തികയിലേക്കുള്ള നിയമനത്തിനായി ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളവർക്ക് ഈ മാസം 27 രാവിലെ 10 മുതൽ പെരിയ കേന്ദ്ര സർവകലാശാലയിൽ നേരിട്ടെത്തി അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്നായിരുന്നു നിർദ്ദേശം. റിക്രൂട്ടിംഗ് ഏജൻസിയായ തിരുവനന്തപുരത്ത് ZD4S എന്ന സെക്യൂരിറ്റി ഏജൻസിയാണ് കുറിപ്പ് പുറത്തിറക്കിയത്. പോലീസ് ക്ലിയറൻസും ഫോട്ടോയും ഉൾപ്പെടെ 6 രേഖകൾ കൂടിക്കാഴ്ചയ്ക്കെത്തുമ്പോൾ ഹാജരാക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. മുൻകാലങ്ങളിൽ അറിയിപ്പ് സർവകലാശാല നോട്ടീസ് ബോർഡിൽ രഹസ്യമായി പതിച്ച് സ്വന്തക്കാരെ നിയമിക്കുകയായിരുന്നു പതിവ്. ഇത്തവണ അറിയിപ്പ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ പ്രശ്നമായി. സർവകലാശാല രജിസ്ട്രാർ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഓഫീസിൽ വിളിച്ച ഇന്റർവ്യൂ മാറ്റിവെച്ചതായി അറിയിപ്പ് നൽകാൻ സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. രജിസ്ട്രാറാണ് കേന്ദ്ര സർവകലാശാല. ഓക്കെ സാറേ. സെൻട്രൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ്. ഓക്കെ സാറേ. സാറേ ഇത് നിങ്ങൾ ആ മറ്റേ മിനിയാന്ന് നമ്മുടെ ഏജൻസിന്റെ ആളാണോ? ഏജൻസിയുടെ ആളാണ്. നിങ്ങളുടെ പേരും നമ്പറിലും കൊടുത്തിട്ട് അവിടെ പ്രസ് ക്ലബ് എന്നൊരു അഡ്വർടൈസ്മെന്റ് നാളെ നോട്ടിഫിക്കേഷന്റെ എന്തോ ഒന്ന് കണ്ടായിരുന്നു, വേറെ 2 നമ്പറും വെച്ചിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണേ, മറ്റുള്ള കാര്യം ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. അത് ഉടനെ തന്നെ അത് ഇന്റർവ്യൂ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഇത് അവർക്ക് കൊടുക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട്. അറിയിപ്പ് പരസ്യപ്പെടുത്തി റിക്രൂട്ടിംഗ് നടത്തുന്നതിനെതിരെ ഏജൻസിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തായി. മുൻപ് ജോലി എടുക്കുന്ന ആള് അവരുടെ ബയോഡാറ്റ അവരെയും പിരിച്ചുവിടുന്നതിന് തുല്യമായിട്ടതാണല്ലോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. എല്ലാരും ഒരു കാര്യം പറയാ, നിന്റെ നമ്പർ ഒന്നും നടക്കില്ല. അവരൊക്കെ ഒരു യൂണിയന്റെ കീഴിൽ 17 വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നീ എന്താ ഉണ്ടാക്കുന്നത്? നീ ഇവിടെ വന്നിട്ട് നീ ഉണ്ടാക്കാൻ ആരുടെ നീ? ഹൗസ് കീപ്പിംഗിൽ 100 കണക്കിന് പേരെയാണ് വീണ്ടും പിൻവാതിലിലൂടെ നിയമിക്കാൻ നീക്കം നടക്കുന്നത്. കേന്ദ്ര സർവകലാശാലയിൽ തൂപ്പുജോലി മുതൽ അധ്യാപക തസ്തിക വരെ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതായി നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.